പ്രിയരെ, നമസ്കാരം. ചുറ്റുവട്ടത്തെ കാഴ്ചകൾ തുടരെ അസ്വസ്ഥപ്പെടുത്തുന്നത് തന്നെയാണ്. അത് കാണുമ്പോൾ തോന്നുന്നത് ലോകം ഇപ്പോഴും ഒരു ബ്ലൂ വെയിൽ ഗെയിമിൻ്റെ പിടിയിലാണെന്ന് തന്നെയാണ്. എന്നാൽ പ്രബുദ്ധർ പറയുന്നത് രാമരാജ്യം വരുന്നുവെന്നും. ഈ ലോകത്തിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഡോക്ടറെ, എൻ്റെ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട്? ഈ ഓക്സിജൻ സിലിണ്ടർ ഒന്നും കിട്ടുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ സാറേ. ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് സാറേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ശല്യം ചെയ്യാതിരിക്കാവോ? ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ കാര്യം വല്ലോ ഡോക്ടർമാരുടെ കയ്യിലാണോ? നിങ്ങൾ ആ കൊച്ചിനെ ചെന്നൊന്ന് കാണാൻ നോക്ക്. മോനെ മോനെ, അമ്മേനെ ഒന്ന് നോക്കടാ. സൂക്കേട് മാറിയ അച്ഛൻ നിനക്ക് ഇഷ്ടമുള്ള പാവ വാങ്ങി തരൂടാ. മോനെ മോനെ, അമ്മേ, മക്കളെ നിങ്ങൾ പോയിക്കോ, ഞാൻ ഇവിടെ കിടന്ന് ചത്തോളാം. ജനിച്ച മണ്ണിലെ കിടന്ന് മരിക്കണമെന്നാ എൻ്റെ ആഗ്രഹം. ഇത്രയും നാളും ഈ മണ്ണിൽ ജീവിച്ചിട്ട് ഇപ്പോ ഞങ്ങൾ അഭയാർത്ഥിയോള് അല്ലേ? നിങ്ങൾ പോയിക്കോ, ഞാൻ ഈ വെടി കൊണ്ട് ചത്താലും വേണ്ടില്ല. ഈ മണ്ണില് തന്നെ ഞാൻ കിടന്ന് മരിച്ചോളാം. എൻ്റെ മണ്ണ്, എൻ്റെ മണ്ണ്, എൻ്റെ മണ്ണ്. ഞാനിതെന്തോ ചെയ്തിട്ടാ? അവര് കൊച്ചു പെമ്പിള്ളേരല്ലേ, അവർക്ക് തോന്നിയതാവും. പിന്നെ ഈ സമരം അതൊരിത്തിരി വെയിലും മഴയും കൊണ്ടാ തീരും, അത്രേ ഉള്ളൂ. ശരിയാ, ഒരുപാട് വെയിലും മഴയും എല്ലാം കൊണ്ടിട്ട് തന്നെയാ ഞങ്ങൾ ഈ മെഡലൊക്കെ നേടിയത്. 40 ദിൻ 40 ദിവസം റോട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ആരും ഉണ്ടായിരുന്നില്ല, ആരും തിരിഞ്ഞു നോക്കാനുണ്ടായില്ല. നിങ്ങളുടെ ഈ അനീതിക്ക് മുൻപിൽ എൻ്റെ ഈ മൂട്ട് ഞാൻ അഴിച്ചു വെക്കുന്നു. ഇനിയില്ല, ഇനിയില്ല. ഇന്നലെ ആ ചാനല് കണ്ടപ്പോ ആ രാമക്ഷേത്രത്തിൽ പോയി നേരിട്ട് ചെന്ന് ഭഗവാനെ തൊഴുത ഒരനുഭൂതിയായിരുന്നു. മേരെ പ്യാരോ ദേശവാസിയോ, രാമരാജ്യമാണ് ഈ കാണുന്നത്, രാമരാജ്യമാണ് ഈ വന്നിരിക്കുന്നത്. എന്തായി കേക്കണേ? ജാതിന്റെ മതത്തിന്റെ പേരില് തല്ലുകൂടണോരായോ നമ്മള് മനുഷ്യന്മാര്? ഈ ദുനിയാവില് സ്നേഹമില്ലാണ്ട് ആയോ? എൻ്റെ റബ്ബേ, ഈ ദുനിയാവില്
സാരമൊഴിയിൽ സ്നേഹസാരമിഹ സത്യമേകമാം സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. നന്ദി, നമസ്കാരം.